വിശ്വാസി കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം ഉള്ളയാളാണ്. നമ്മൾ പൈശാചിക കാര്യങ്ങളെപ്പറ്റി അല്പം കൂടുതൽ ചിന്തിക്കും. അത് ചിന്തിക്കുന്നത് ഒരു കാട് കയറിയ ചിന്തയായിട്ടോ അച്ഛനതൊരു പ്രീ ഒക്കുപ്പേഷൻ ആയതുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ ഈ ഒരു മേഖല ഇവിടെ പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ എന്തുകൊണ്ടൊക്കെയോ ചിന്തയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അതേപ്പറ്റി ഈശോ കരുതിയത് അങ്ങനെയല്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഇത് 32-ാം വർഷമാണ്. 32 വർഷത്തിനിടയിൽ ആദ്യത്തെ 10-12 വർഷങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും വലിയ അനുഭവങ്ങളൊന്നുമില്ലായിരുന്നു. എനിക്ക് ബോധ്യവും ഇല്ലായിരുന്നു. സെമിനാരിയിൽ പഠിപ്പിച്ച അച്ഛന്മാർ തെളിച്ച് തന്നെ പറഞ്ഞിരുന്നു, പിശാചെന്ന് പറയുന്നത് പഴയ നിയമത്തിലൊക്കെയുള്ള കയറി വന്ന് പുതിയ നിയമത്തിൽ കഷ്ടിച്ച് കാണുന്ന ഒരു പഴയ കാര്യമാണ്. അത് അങ്ങനെ ഒരു പിശാച് എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടെന്ന് ദൈവശാസ്ത്രം വിശ്വസിക്കുന്നില്ല. അതേപ്പറ്റി നിങ്ങളാരും ചിന്തിച്ച് ബേജാറാവണ്ട. അതൊരു വിശദീകരിച്ച് മാറ്റി വെക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിശാച് എന്ന് പറയുന്ന ഇല്ല എന്നുള്ള ബോധ്യമായിട്ട് തന്നെ അച്ഛനായിട്ട് ആരംഭിച്ചൊരു വ്യക്തിയാണ് ഞാനും. പക്ഷെ അങ്ങനെ കടന്നു വന്ന് 10-12 വർഷമൊക്കെ ആയപ്പം പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയെ സഹായിക്കാൻ പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായൊരു അനുഭവം ഞാനത് പിന്നെ പറയാം. ഇപ്പം കിടന്ന നമുക്ക് സമയം എത്തിയാലാത്തതുകൊണ്ട് അങ്ങനെ ഒരനുഭവം, രണ്ടാമത് അനുഭവം, മൂന്നാമത് അനുഭവം, പിന്നെ കുറേ വർഷങ്ങളിലേക്ക് കുറേ ശക്തമായ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അങ്ങനെ വന്ന് അതിൻ്റെ വെളിച്ചത്തിൽ കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കാനായിട്ട് ധ്യാന ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. അപ്പോൾ കള്ളങ്ങാട്ട് പിതാവായിട്ട് ചാർജ് എടുത്തു വന്ന അവസരമാണ്. പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛന് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണ്, പക്ഷെ അച്ഛനിപ്പോൾ ഇത് പറയുമ്പോൾ ആരും സ്വീകരിക്കുന്നില്ല. ഞാൻ ഒരുപാട് എതിർപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛന് പോയി ഒന്ന് പഠിച്ചേ. അന്ന് എനിക്ക് 46 വയസ്സുണ്ട്. ഞാൻ വർത്താന ഇടവകയിൽ നിന്ന് സ്ഥലം മാറ്റമായപ്പോഴാണ് പിതാവിനോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ, ഈ 46-ാം വയസ്സിൽ എന്നാ പഠിക്കാൻ പോകാനായിട്ടാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ധ്യാനവും ശുശ്രൂഷയും എല്ലാം കരുത്തോടെ ഒരുപാട് തിരക്കുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് മാറിപ്പോകാൻ താല്പര്യമില്ല. പിതാവ് പറഞ്ഞു, അച്ഛൻ ഒന്നൂടെ ചിന്തിച്ചിട്ട് പറ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിന് ഒരു കത്ത്, ഏതാനും പേജുകൾ ഇത്രയും ഒക്കെ ആയി. ഇനിയിപ്പോൾ പഠിക്കാൻ പോകാനായിട്ട് ആവശ്യം തോന്നുന്നില്ല, ചെയ്യുന്ന ബാക്കി ചെയ്തങ്ങ് പൊക്കോളാം. അവിടെ പിതാവ് എന്നെ സ്ഥലം മാറ്റി അതിന് ചെറിയൊരു പള്ളി തന്നച്ചാൽ മതി. പിതാവിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചെറിയൊരു പള്ളി, കരൂര് പള്ളിയിലേക്ക് എന്നെ മാറ്റി. അത് കഴിഞ്ഞ് 5 വർഷമായതിപ്പം പിന്നെ കണ്ട പിതാവ് പറഞ്ഞു, അച്ഛൻ സന്തോഷമായില്ലേ ചെറിയ പള്ളി? അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം. അവിടെയും മുന്നോട്ട് അങ്ങനെ പോയി ധ്യാനമൊക്കെ ഇടങ്ങ് നടന്നു. അവിടുന്ന് തരം മാറാൻ സമയമായപ്പം 4.5 വർഷം ആകാറായപ്പം എൻ്റെ ജൂബിലി വർഷമായി. 50 വയസ്സായി, 25-ാം വർഷം അച്ഛനായിട്ട്. അപ്പോൾ ഒരു 3 മാസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ജർമ്മനിയിലുണ്ട്. അങ്ങേര് പറഞ്ഞു, അച്ഛാ ഇങ്ങോട്ട് വരുന്നേ വാ, ഇവിടെ പള്ളിമുറി താമസിക്കാൻ കുറച്ച് നാളുകൾ. അപ്പം ഞാൻ ഓർത്തു, നല്ല കാര്യം, ഒന്ന് മാറി നിന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും. 25 വർഷം ആയല്ലോ. അങ്ങനെ അങ്ങോട്ട് പോകാനെല്ലാം പിതാവിൻ്റെ അനുവാദം മേടിച്ച് ഒരുക്കി. പോകുന്നതിന് 2 ദിവസം മുമ്പ് പിതാവിനെ കാണാൻ ചെന്ന് ഒരു ആശീർവാദം മേടിക്കാൻ. അന്നേരം പിതാവ് പെട്ടെന്നിങ്ങനെ ഭ്രാന്തമായിട്ട് പറയുകയാണ്, ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യം അച്ഛൻ ഒന്നുകൂടെ ചിന്തിച്ച് നോക്ക്. ഇപ്പം 3 മാസം സമയമുണ്ടല്ലോ, സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് പഠിക്കുന്ന കാര്യം. ഇനിയും അത് ഡേറ്റായിട്ടൊന്നുമില്ല, ഇനിയാണ് ഞാൻ പോയി പഠിക്കുക അച്ഛാ. അപ്പം ഞാൻ ഒന്ന് പിതാവിനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, പിതാവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ ചിന്തയുണ്ടെങ്കിൽ എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല, 3 മാസം ഒന്നും വേണ്ട. ഇത് ഇപ്പം തന്നെ ഈ 3 സെക്കൻഡ് കൊണ്ട് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, ഞാൻ പഠിക്കാൻ പോവുക. അല്ല അങ്ങനെ വേണ്ട, പക്ഷെ ചിന്തിച്ചിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞു, അല്ല പിതാവേ, ഈ 5 വർഷത്തോളമായിട്ട് പിതാവിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ അന്ന് എനിക്കറിയാം. അവിടെ ഇനി ചിന്തിക്കാൻ എനിക്ക് ഒന്നുമില്ല, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പിതാവ് പറഞ്ഞു, എന്നാൽ ചെല്ല്, യാത്ര ഇപ്പോൾ പൊക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് മെയ് മാസം ഞാൻ പോകുന്നത്, ജൂൺ ജൂലൈയൊക്കെ ആകുമ്പോൾ ക്ലാസ്സുകൾ പലയിടത്തും ആരംഭിക്കുമല്ലോ തിയോളജി ബാക്കി പഠിക്കാൻ. ഞാൻ അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ ജർമ്മനി ചെന്നിരുന്ന് ഇൻ്റർനെറ്റ് വഴി അന്വേഷിച്ച് പെറുക്കി ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സിൽ തിയോളജിക്ക് MTH PG ചെയ്യാനായിട്ട് പിതാവായിട്ട് സംസാരിച്ച്, ഫോണിൽ കൂടെ സംസാരിച്ചല്ല. അങ്ങനെ അപ്പോൾ അഡ്മിഷൻ മേടിച്ചു. ഒരു 10 ദിവസം ലേറ്റ് ആകും ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എന്നുള്ളത് അവർ പറഞ്ഞു. ഓക്കെ, സെൻറ്റ് പീറ്റേഴ്സിൽ നിന്ന് പറഞ്ഞ് 10 ദിവസം താമസിച്ച് വന്നാൽ മതി, ഞങ്ങൾ സീറ്റ് വെച്ചേക്കാം. അങ്ങനെ ഞാൻ ജൂൺ അവസാനം തിരിച്ചു വന്നു. ജൂലൈ 10-ാം തീയതി പിതാവെല്ലാം ക്രമീകരിച്ച് വേറെ അച്ഛനെ വെച്ചു. ഞാൻ അവിടുന്ന് പാക്ക് ചെയ്ത് പോയി ബാംഗ്ലൂർ ചെന്ന് പഠിക്കാൻ 2 വർഷം. അപ്പോൾ അതിനകത്തൊരു പേപ്പർ, ഒരു വിഷയം എടുത്ത് പഠിക്കണം PGയിൽ.
അപ്പോൾ ഞാൻ ഓർത്തു ഏതായാലും ഇത് കാര്യങ്ങളെല്ലാം ഒരു അനുഭവമായിട്ട് കിടപ്പുണ്ടല്ലോ, ഈ സാത്താനും ഭൂതോച്ചാടനവും ഇതേപ്പറ്റി തന്നെ പഠിച്ചു കളയാം. അങ്ങനെ ഞാൻ പഠിക്കാൻ എടുത്തു. അപ്പോൾ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ആരുമില്ല. ഡോക്ടറേറ്റുള്ള അച്ഛന്മാർ വേണം ഗൈഡ് ചെയ്യാൻ, എങ്കിലേ നമുക്കൊരു ഡിസർട്ടേഷൻ വർക്ക് ചെയ്യാൻ പറ്റും, ഗവേഷണം നടത്താൻ പറ്റുള്ളൂ. ഡോക്ടറേറ്റുള്ള അച്ഛന്മാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും നെറ്റ് ചൊളിയാണ്. സാത്താനെ പറ്റിയോ ഭൂതോച്ചാടനത്തെ പറ്റിയോ, ഇതെന്തിനാ പഠിക്കുന്നേ? ഇതൊക്കെ പണ്ടത്തെ വിഷയങ്ങളല്ലേ. ആരെ എനിക്ക് കിട്ടുന്നില്ല. അവസാനം എനിക്ക് ഒത്തിരി അറിയാവുന്നൊരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ജൂനിയറായിട്ട് നേരത്തെ വടവൂർ പഠിച്ചത്. അവിടെ പ്രൊഫസറാണ് അദ്ദേഹം, മാണിപ്പറമ്പിലച്ഛൻ. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ വിശേഷമാണ്, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഇന്ന വിഷയത്തെപ്പറ്റി വേണം പഠിക്കാൻ, അച്ഛൻ എനിക്ക് ഗൈഡായിട്ട് വരാവോ? അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഒന്ന് ഈ വിഷയം ഇത് അപ്പോൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ്, പിശാച് എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അച്ഛൻ്റെ കൂടെ കൂടി ഇതേപ്പറ്റിയുള്ള പഠനത്തിന് ഞാൻ എങ്ങനെ ഗൈഡാകുന്നത്? ഞാൻ പറഞ്ഞു, ബൈബിളിൽ അത് അന്നത്തേക്ക് അത് വ്യാഖ്യാനിച്ചെടുക്കണം എന്നൊക്കെ അച്ഛൻ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ട് വടവൂർ പഠിച്ച ആളായതുകൊണ്ട് ഞങ്ങളൊരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് എൻ്റെ ബോധ്യങ്ങളെല്ലാം പറയുന്ന സകല ബോധ്യത്തിനും അച്ഛനെ എതിര് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എത്ര നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ വിഷയം എടുത്ത് ഞാൻ ഗൈഡാകാം, പക്ഷേ ഒറ്റ വ്യവസ്ഥ, ഞാൻ പിശാചുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാമെങ്കിൽ ഞാനത് സമ്മതിച്ച് പ്രസൻറ്റേഷൻ ഞാൻ കൂടെ നിൽക്കാം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഡിഫൻസ് 2 വർഷം കഴിഞ്ഞ് വന്നപ്പോഴും അച്ഛന് അതിൻ്റെ ഡിഫൻസ് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന 100 പേരിരിക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ സ്റ്റേജിൽ കയറി ഞാൻ 20 മിനിറ്റ് എൻ്റെ വാദഗതിയെല്ലാം ചുരുക്കത്തിൽ അവതരിപ്പിച്ച് പബ്ലിക് ഡിഫൻസാണ്. അത് കഴിഞ്ഞ് അച്ഛനാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, വേറെ അച്ഛന് ക്വസ്റ്റ്യൻ ചെയ്യണം. അച്ഛൻ്റെ ക്വസ്റ്റ്യനിങ് അച്ഛൻ ആരംഭിച്ചപ്പോൾ തന്നെ അച്ഛന് പറഞ്ഞ് ആരംഭിച്ചത് ഒരു യൂറോപ്പിലുള്ള ഒരു നിരീശ്വര ഒരു ഫിലോസഫറെ പറ്റി പറഞ്ഞാണ്. ആ ഫിലോസഫർ പള്ളിയിൽ പോവുകയല്ല, വിശ്വാസമില്ല, പള്ളിയിലോ പോക്കില്ല, പ്രാർത്ഥനയിലോ ഒന്നുമില്ല. പക്ഷെ ഒരിടയ്ക്ക് അങ്ങേരെ അടുത്തുള്ള ഇടവപ്പള്ളിയിൽ പതിവായിട്ട് എല്ലാ ഞായറാഴ്ച വരാൻ തുടങ്ങി. ഇതൊരു ഫിലോസഫർ പേര് ഞാൻ വിട്ടുപോയി, അറിയപ്പെടുന്നൊരു മനുഷ്യനാണ്, നിരീശ്വരവാദിയായ ഒരു ഫിലോസഫർ. അപ്പം ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ പള്ളി വരുന്നേ? നിങ്ങൾ ഇടവയിൽ അംഗമല്ല, ദൈവവിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, എന്തിനാ പള്ളി വരുന്നേ? അപ്പം ഇങ്ങേര് പറഞ്ഞു, ഞാൻ പള്ളി വരുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ല, ഇടവയിൽ അംഗമായതുകൊണ്ടുമല്ല, പ്രാർത്ഥിക്കാനുമല്ല, കുർബാന കൂടാനുമല്ല. പിന്നെ എന്തിനാ? ഇപ്പം ഇവിടെ നിങ്ങളുടെ പള്ളി വന്നിരിക്കുന്ന അച്ഛൻ, അങ്ങേർക്കൊരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. എന്താ? അങ്ങേര് പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് അങ്ങേര് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നുമില്ല, ചെയ്തു പോകുന്നതേ ഉള്ളൂ എന്നൊരു നിരീക്ഷണം അങ്ങേര് പറഞ്ഞു. അപ്പം താൻ പറയുന്നതും ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കുർബാന ചെല്ലുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാൻ ഒരു സുഖമുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ വരുന്നതേ ഉള്ളൂ എന്ന് ഈ ഫിലോസഫർ മറുപടി പറഞ്ഞു. ഈ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് എൻ്റെ ഗൈഡ് തൻ്റെ സെഷൻ ആരംഭിക്കുന്നത്. ഈ അച്ഛന് വിശ്വാസമാണ് പിശാചുണ്ടെന്ന് അച്ഛൻ പറയാം, മാണിപ്പറവച്ചൻ പറയാം. എനിക്ക് വിശ്വാസമില്ല, വിശ്വാസമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു, അതേപ്പറ്റി പഠിക്കുന്നു, അത് കാണുമ്പോൾ അത് കേൾക്കാനും കാണാനും ശ്രദ്ധിക്കാനും ഒരു സുഖം, അതുകൊണ്ട് ഞാനും കൂടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ ഡിഫൻസ് ആരംഭിച്ചു. അങ്ങനെ ആ ഡിഫൻസ് പൂർത്തിയായി. സ്നേഹം, ഞാൻ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നത് തമ്പുരാൻ നയിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് ഈ ദിവസങ്ങളിലേക്ക് എല്ലാവരും അടിത്തറയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കണം, അതിനുവേണ്ടി ഞാൻ പറയുന്നത്. അങ്ങനെ അത് പൂർത്തിയാക്കി. ഞാൻ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, ആ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ അന്ന് 18 വർഷം 18ാമത്തെ ബാച്ചാണ് ഞാൻ, 18ാമത്തെ ബാച്ചിലാണ് ഞാൻ PG ചെയ്തത്. എനിക്ക് അവർ ഈ പറഞ്ഞ അച്ഛനും മറ്റേ അച്ഛനും കൂടെ 94 മാർക്കിട്ട് തന്നു. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ റെക്കോർഡ് മാർക്കാണ്. അതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും അത്ര മാർക്ക് വന്നിട്ടില്ല. ഞാനത് പറയാൻ കാരണം, ഈ ആർക്കും വേണ്ടാത്ത പിശാചിനെ പറ്റിയും ഭൂതോച്ചാരണത്തെ പറ്റിയും നമ്മൾ പഠിച്ച് എഴുതി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം ആ ഒരു റെക്കോർഡ് മാർക്ക് ഇട്ട് അവർ തന്നു. അപ്പോൾ നമ്മുടെ പിതാവ് പറഞ്ഞു, അച്ഛന് ഇനിയും പഠിക്കണമെന്നുണ്ടേ പഠിച്ചു, ഡോക്ടറേറ്റ് ചെയ്യണമെങ്കിൽ. അത്രയപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും നനഞ്ഞിറങ്ങി, എന്നാൽ പിന്നെ കുളിച്ച് കയറിയേക്കാം, എന്നാൽ 3 വർഷം കൂടെ ബാക്കിയും കൂടെ പഠിക്കാം. പിതാവ് സമ്മതിച്ചു. അങ്ങനെ ബാക്കിയും കൂടെ പഠിച്ച് ആണ് PhD ചെയ്തത്. അത് സ്പിരിച്വാലിറ്റി ഓഫ് എക്സോർസിസം, അതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റൻ, എക്സോർസിസം ആൻഡ് സ്പിരിച്വാലിറ്റി, ഒരു 1500 പേജുള്ള പുസ്തകമാണ്, ഇംഗ്ലീഷിലാണ്. ഞാൻ പറയാൻ കാരണം, ഈ തീസിസ് പൂർത്തിയാക്കി അതിനും ഞാനും ഈ അച്ഛനെ തന്നെ ഗൈഡായിട്ട് എടുത്ത് മുന്നോട്ട് പോയി. അതിൻ്റെ അവസാന ഭാഗമൊക്കെ ആയപ്പം ഒരിക്കലും സംസാരിച്ചിരിക്കുമ്പം
ഈ അച്ഛൻ പറയും, അച്ഛനും പറയുന്നത് തന്നെ ആയിരിക്കും ശരി. പിശാചെന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി ശരിക്കും ഉള്ളത് തന്നെ ആയിരിക്കണം. ഞാൻ ആദ്യം ഒരു തമാശ ആയിരിക്കും, ഞാൻ ചിരിച്ച് പച്ച തമാശ അല്ല, അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കും. ആ അച്ഛൻ അത് സമ്മതിച്ചു. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ അജപാലന അനുഭവങ്ങളിൽ നിന്ന് കടന്നു കയറി വന്ന ഒരു വിഷയമാണ്. അതേപ്പറ്റി ഇങ്ങനെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. അത് തമ്പുരാൻ്റെ കൃപയാൽ അങ്ങനെ പൂർത്തിയാക്കി. അപ്പോൾ പിതാവ് എന്നോട് അന്ന് പറഞ്ഞിരുന്നു, പഠിക്കാൻ പറഞ്ഞപ്പം, അച്ഛൻ ഇപ്പം പറയുന്ന ഈ കാര്യങ്ങൾ അച്ഛൻ ആധികാരികമായിട്ട് പറയാൻ പറ്റും, അച്ഛൻ ഡിഗ്രി എടുത്തിട്ട് വരാമെങ്കിൽ. അത് ഞാൻ ശരിക്കും അനുഭവിക്കുകയാണ്. ഇവിടെ ഞാൻ ഇച്ചിരി അധികം കാര്യങ്ങൾ ഈ ഒരു മേഖലയെപ്പറ്റി പറയും. അതുപോലെ കാട് കയറി പോകാനൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നേരെ ആവശ്യമുള്ള വെളിപ്പെടുത്തലുകളും വചന വെളിച്ചവും മാത്രമേ അതിനകത്തുണ്ടായിരിക്കുകയുള്ളൂ. അതിൻ്റെ കരുത്തോടുകൂടി നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു യഥാർത്ഥമായ ഒരു ദൈവരാജ്യ പോരാട്ടം നടത്താനുള്ള ഒരുക്കമെടുത്ത് ഇറങ്ങുകയാണ്. അതിനുള്ള ഒരുക്കം വ്യക്തിപരമായിട്ടും ബോധ്യതലത്തിലും കൃപയുടെ നിറവായിട്ടൊക്കെ നമ്മൾ എടുത്തിരിക്കും. നിങ്ങൾ ആഗ്രഹമുള്ളവരെല്ലാം, സഹകരിച്ച് പരിശ്രമിക്കുന്നവരെല്ലാം എടുത്തിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറേ ബോധ്യങ്ങളൊക്കെ അതുവഴി അങ്ങനെ കിട്ടാനായിട്ടുണ്ട്. ഇത്രയും കാര്യം ഞാൻ ആമുഖമായിട്ടെന്ന് പറയുകയാണ്. സമയം ഇച്ചിരി അധികം മുന്നോട്ടായി എങ്കിലും ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.